നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘം ഇന്ന് ബീഹാറിലെത്തും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബീഹാറിലെത്തുന്നത്. പാറ്റ്നയിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുമായി ഈ സംഘം ചർച്ചകൾ നടത്തും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. രാജ്യം ഉറ്റുനോക്കുന്ന ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ അവസാനഘട്ട ഒരുക്കങ്ങൾ അത് വിലയിരുത്തുന്നതിന് വേണ്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ രാത്രി തന്നെ പട്നയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് പട്നയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ഈ സംഘം ചർച്ചകൾ നടത്തും. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യും. എന്നാൽ ഈ ചർച്ചയിലേക്ക് പ്രധാന രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം തന്നെ വിളിച്ചിട്ടുണ്ട് എങ്കിൽ പോലും 3 പാർട്ടികളെ ബീഹാറിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായ 3 പാർട്ടികളെ ഈ ചർച്ചയ്ക്ക് വിളിക്കാത്തത് വിവാദമായിട്ടുണ്ട്. വികാസ് ഇൻസാൻ പാർട്ടി, രാഷ്ട്രീയ ലോക് മോർച്ച, ഹിന്ദുസ്ഥാനി ആവാം മോർച്ച എന്നീ പാർട്ടികളെയാണ് യോഗത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം ഇന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നും നാളെയുമായി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ എന്നിവയെല്ലാം തന്നെ മനസ്സിലാക്കിയ ശേഷം പിന്നീട് ഡൽഹിയിൽ തിരിച്ചെത്തിയ ഉടൻ തന്നെ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ മാസം 6-നോ 7-നോ ആയി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ തവണത്തേതുപോലെ 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം എന്ന ഒരു ധാരണയിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ നവംബർ 22-ന് ബീഹാർ നിയമസഭയുടെ കാലാവധി പൂർത്തിയാകാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം മാത്രമാണ് മുന്നിലുള്ളത് എന്നതിനാൽ 2 ഘട്ടമായാകും ഇത്തവണ തെരഞ്ഞെടുപ്പ് എന്ന സൂചനകളാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ഛത് പൂജ എന്നുള്ളത് ബീഹാറിലെ പ്രധാന ആഘോഷമാണ്. അത് പൂർത്തിയാക്കിയ ശേഷം നവംബർ ആദ്യവാരം മുതൽ 2 ഘട്ടമായാകും തിരഞ്ഞെടുപ്പ് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.